ഈ വിരലിലെ തള്ള വിരൽ ഏകദേശം ഞാൻ ചെയ്തിട്ട് 3 മാസത്തോളം ആവാൻ പോവുകയാണ്. അത് ഒരു ഏകദേശം ജസ്റ്റ് ഒരു ഗ്യാപ്പ് വന്നപ്പം വീണ്ടും അതിനെ ഞാൻ റീഫിൽ ചെയ്തിട്ട് പിന്നെ വന്നൊരു ഗ്യാപ്പാണ് കേട്ടോ ഇത്. ശരിക്കും ഒട്ടും നെയിൽസ് ഇല്ലാത്ത ഒരു ടോയ് നെയിലാണിത്. പിന്നെ ബാക്കിയുള്ള ഫിംഗറിൽ ഏകദേശം ചെയ്തിട്ട് 1 മാസം ആവുന്നതേ ഉള്ളൂ. മറ്റേതങ്ങ് റീഫിൽ ചെയ്ത് പോവുകയാണ് ചെയ്തത്. അപ്പം അത് കംപ്ലീറ്റ് റിമൂവ് ചെയ്തതിന് ശേഷമുള്ള റിമൂവ് ചെയ്തതിന് ശേഷമുള്ള നെയിലാണ് ഈ കാണുന്നത്. പുള്ളിക്കാരിക്ക് ഇപ്പം കുറച്ചും കൂടെ നെയിൽ ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. മുന്നേ ഇത്ര പോലും ഇല്ലായിരുന്നു, വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതിൻ്റെ അകം കംപ്ലീറ്റ് പൊള്ളയായിരുന്നു കേട്ടോ. ഇപ്പം ഇത്ര ഭാഗം, അതായത് ആ നെയിൽ വന്നിരിക്കുന്ന ഭാഗം മാത്രം ഇപ്പോൾ ചത വന്നിട്ടുണ്ട്. അപ്പം ഇനിയും കൂടെ നമ്മൾ എക്സ്റ്റൻഷൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബാക്കി ചത വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ആദ്യമേ ഇതേപോലെ ഡാമേജ് ആയി പോയിട്ട് ഒരു 1.5 മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ എക്സ്റ്റൻഷൻ ചെയ്യുവാണെങ്കിൽ നേരെയായിട്ട് വരും. ഇതിപ്പം ഒരുപാട് കാലമായിട്ടുണ്ട് ഇവളുടെ ഈ നെയിൽ പോയിട്ട്. അപ്പോൾ അതിന് ശേഷമാണ് ഇപ്പം എക്സ്റ്റൻഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഏറെക്കുറെ നല്ല രീതിയിൽ ചതയോടുകൂടി വളർന്നു വരുന്നുണ്ട്. ഇപ്പോൾ ആദ്യം ചെയ്ത സമയത്ത് ഒട്ടും ഇല്ലായിരുന്നു. പിന്നെ അത് റീഫിൽ ചെയ്തതിന് ശേഷം വളർന്നു വന്നതായിരുന്നു നേരത്തെ കാണിച്ചത്. പിന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് ഇപ്പം ഒന്നും കൂടെ ചെയ്തേക്കുവാണ് എക്സ്റ്റൻഷന് കംപ്ലീറ്റ് ആയിട്ട്. അപ്പം നമ്മൾ എക്സ്റ്റൻഷൻ ചെയ്താൽ ഇങ്ങനെ ഒരു ഉപയോഗമുണ്ട് കേട്ടോ. അതായത് ഒട്ടും നെയിൽസ് ഇല്ലാത്തവർക്ക് നെയിൽ വളർന്നു വരാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും.